ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കതേ ഒരു ചായയിൽ തുടങ്ങാം കേട്ടോ. ഞാനൊരു ചായ ഉണ്ടാക്കട്ടെ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു ചായ എന്തായാലും മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ദേ ചായയ്ക്ക് വേണ്ടി ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമുക്കൊന്ന് പുറത്തൊക്കെ ഇറങ്ങി നടക്കാം. പുറത്തെ വ്യൂ ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാമല്ലേ. ദേ നോക്കിക്കോ, ഇതാണ് പുറത്തേക്കുള്ളൊരു വ്യൂ. കോടയൊക്കെ നല്ല ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ ഏകദേശം ഇതൊരു 6:30 മണി ആ ഒരു ടൈമാണ് കേട്ടോ. നല്ല കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ചേട്ടൻ എഴുന്നേറ്റിട്ടില്ല, ചേട്ടൻ കിടന്ന് ഉറങ്ങാണ്. അങ്ങനത്തെ നമ്മുടെ ചായ റെഡി ആയിട്ടോ. എനിക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചായ എന്തായാലും മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആ ചായ കുടിച്ചാലാണ് ശരിക്കൊരു ഉന്മേഷം ഉണ്ടാവുന്നത്. എന്നിട്ടാണ് ബാക്കി പണിയൊക്കെ നോക്കുന്നത് കേട്ടോ വീട്ടിൽ വെച്ചിട്ട്. അപ്പോൾ എനിക്ക് എവിടെ ചെന്നാലും ഇതേപോലെ ഒരു ചായ നമുക്ക് നിർബന്ധമാണ്. അപ്പോൾ ആ ചായ കുടിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളിലൊക്കെ ചെയ്യണേ. അപ്പോൾ അതേ തലേ ദിവസം രാത്രിയാണെങ്കിൽ നല്ല മഴയുണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. കാരണം ബാൽക്കണിയിലൊക്കെ അതേ നല്ല വെള്ളം ഉണ്ടായിരുന്നു. അങ്ങനെ ദേ ചായക്കുടിയാണ്. അതിനിടയ്ക്ക് ദേ ചേട്ടൻ എഴുന്നേറ്റു. ചേട്ടനുള്ള ചായയും റെഡിയാക്കി. അങ്ങനെ ദേ ചേട്ടനും കൊടുക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും എഴുന്നേറ്റു, അപ്പുറത്തൊന്നും ഇപ്പുറത്തുള്ളവരും എല്ലാവരും എഴുന്നേറ്റു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പെട്ടെന്ന് റെഡി ആയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇവിടെ ലേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തണം ലേറ്റ് ആവും. അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് വട്ടവടയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ താമസിക്കുന്നത് പള്ളിവാസൽ ടീ വാലി എന്ന് പറഞ്ഞ റിസോർട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വട്ടവട ക്യാമ്പ് നോയൽ എന്ന് പറഞ്ഞ റിസോർട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇനി ഇപ്പോൾ റെഡി ആയിട്ട് ഫുഡ് കഴിച്ചിട്ട് വേണം ഇറങ്ങാനായിട്ട്. ഇവിടെയാണെങ്കിൽ ദേ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ഞങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി ഫുഡ് കഴിക്കാൻ പോവാം. അങ്ങനെ ദേ ഫുഡ് കഴിക്കാൻ പോകാൻ്റെ ഇടയ്ക്ക് ചുമ്മാ ഒന്ന് നടന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് മുകളിലൊക്കെ കയറി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ ചുമ്മാ നടക്കുകയാണ് കേട്ടോ. അതിന് ദേ കിരൺജാൻ്റെ റൂമിൽ ജസ്റ്റ് കയറി. അപ്പോൾ അവൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പെണ്ണാണെങ്കിൽ ദേ നല്ല ഉറക്കമാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് കേസ ബേബി. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ എന്താക്കിയാന്ന് വെച്ചാൽ ഇഡ്ഡലി ഉണ്ടായിരുന്നു. പിന്നെ അതിന് സൈഡായിട്ട് ചട്നിയും പുതിനയില ചമ്മന്തിയും, പിന്നെ അതേ ദോശയും സാമ്പാറും, പിന്നെ എന്തായിരുന്നു, പിന്നെ അതേ പൂരിയും കിഴങ്ങ് കറിയും, പിന്നെ ഇത് ഉപ്പുമാവും, പിന്നെ ബ്രെഡ് പക്കവടയായിരുന്നു. അപ്പോൾ അതേ നല്ല ഫുഡായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതേ സൈഡിലായിട്ട് കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദേ ഞാൻ ഫുഡ് കഴിക്കാൻ പോകണം. അപ്പോൾ ഞാൻ ദേ ഫുഡ് എന്താ എടുത്തതെന്ന് വെച്ചാൽ 2 പൂരിയും പിന്നെ കിഴങ്ങറിയാണ് കേട്ടോ ഞാൻ എടുത്ത് കഴിച്ചത്. പിന്നെ ഞാൻ മറ്റേ ബ്രെഡ് പക്കവടയും കഴിച്ചിരുന്നു 2 പീസ്. ഇവിടെ തന്നെ ദേ ലൈവായിട്ട് ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദേ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വന്നു കേട്ടോ. ഞാൻ ഫുഡ് കഴിച്ച് വന്ന് കുളിച്ച് ദേ റെഡി ആവാൻ കേട്ടോ. ജസ്റ്റ് ഒരു സിമ്പിളായിട്ടൊന്ന് റെഡി ആവുന്ന ഒരു ക്രീം തേച്ചു, പിന്നെ കണ്ണൊക്കെ ഒന്ന് എഴുതി, പൊട്ട് മുടിയേരി, അത്രേ ഉള്ളൂ നമ്മുടെ ഒരുക്കം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളിതേ എല്ലാവരും റെഡി ആവാൻ നമ്മൾ നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ ദേ ഞാനും ചേട്ടനും റെഡി ആയി കഴിഞ്ഞു. മറ്റുള്ളവർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് ജസ്റ്റ് ഒന്ന് അവിടെ തന്നെ ഒന്ന് നടക്കാൻ ഇറങ്ങി കേട്ടോ. അപ്പോഴാണ് അവിടെ ഒരു ഏറുമാടമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ അത് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ വൈകുന്നേരം നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ റെഡി ആയി കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി കയറി. അവിടുത്തെ വ്യൂ എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി ഞാനും ചേട്ടനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ചേട്ടനും ഞാനും കൂടി കയറി. ബാക്കിയുള്ളവരൊക്കെ അവിടെ റൂമിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതായിരുന്നു, ജസ്റ്റ് ഒന്ന് കയറി അങ്ങനെ ഇറങ്ങിപ്പോന്നു. വേറെ ഒന്നുമില്ല. പുറത്തേക്കുള്ള വ്യൂ നമ്മൾ നേരത്തെ കണ്ട അതേപോലെ തന്നെ വ്യൂ ആണ്. പക്ഷേ ഈ പോണ വഴിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമാണ്. ഇവിടെ 2 പേർക്കാണ് അറ്റ് എ ടൈം ഇതിൽ പാസ് ചെയ്യാൻ പറ്റുള്ളൂ, കയറാൻ പറ്റുള്ളൂ. അപ്പോൾ 2 കൂടുതൽ പറ്റും. അത് കഴിഞ്ഞ് എല്ലാവരും റെഡി ആയിട്ട് വന്നു. ഞങ്ങൾ വണ്ടിയിൽ കയറാൻ പോവുകയാണ്. അങ്ങനെ ടീ വാലി റിസോർട്ടിൽ നിന്ന് നെക്സ്റ്റ് റിസോർട്ടിലേക്ക് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഞങ്ങളിത് അതിൻ്റെ ഫ്രണ്ടിൽ വെച്ചെടുത്തൊരു ഫോട്ടോയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ പോണ വഴിയാണ് കേട്ടോ ഇത്. അടുത്ത സ്ഥലത്തേക്ക് പോവാണ്.
കണ്ണക്കൊടി വേണം മഴമേഘകാലം അപ്പോൾ അതേ പോണ വഴിക്കുള്ള വ്യൂസൊക്കെ ആട്ടോ കാണിച്ചത്. നല്ല നല്ല സ്ഥലമായിരുന്നു. അപ്പോൾ പിന്നെ വണ്ടിയിൽ ഞങ്ങൾ പാട്ടൊക്കെ വെച്ചത് എപ്പോഴത്തെ പോലെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കണു അങ്ങനെ. അപ്പോൾ അതേ പോണ വഴിക്ക് ഒരു കരിക്കിൻ്റെ കട കണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് കരിക്ക് മേടിച്ചു, കരിക്ക് വെള്ളം കുടിച്ചു. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കരിക്ക് അവർ പൊളിച്ചു തന്നു കേട്ടോ. അത് കുറച്ച് കവറിലാക്കിയിട്ട് ഞങ്ങൾ പാർസൽ ചെയ്തു. അപ്പോൾ നല്ല ഇതായിരുന്നു. പിന്നെ അവിടെ മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, മറ്റേ മുളകും ഉപ്പൊക്കെ ചേർത്ത് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതും കുറച്ച് മേടിച്ചു. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര പുറപ്പെട്ടു. ഞങ്ങളങ്ങനെ വഴിയിൽ ഒരു ഷോപ്പിൽ നിർത്തിയിട്ടോ മാഗി കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും മാഗി കഴിക്കണം എന്ന് പറഞ്ഞു, അങ്ങനെ നിർത്തിയതാണ്. അപ്പോൾ കഴിക്കാൻ വേണ്ടി നിർത്തിയേക്കാണ് കേട്ടോ. അപ്പോൾ വഴിയിൽ കുറേ പേര് ഇങ്ങനെ നിർത്തി കഴിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ വഴിയിൽ ക്യാരറ്റൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ക്യാരറ്റായിരുന്നു, നല്ല ഫ്രഷ് ക്യാരറ്റായിരുന്നു. അപ്പോൾ അവിടെ തന്നെ എല്ലാം ഉണ്ട്, മാഗി ഉണ്ട്, പിന്നെ ഓംലെറ്റ് ആയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോരുത്തർ ഓരോന്നായിട്ടൊക്കെ പറഞ്ഞു. അപ്പോൾ ചേട്ടന് ഒരു ഓംലെറ്റ് എന്നും പറഞ്ഞാണ് ചേട്ടൻ ചെല്ലുന്നത്. അപ്പോൾ മാഗി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ. പിന്നെ ഒരു എഗ്ഗും കേട്ടോ മേടിച്ചത്. തങ്കുവിനാണെങ്കിൽ മറ്റേ പൊട്ടറ്റോ ഇങ്ങനെ കുത്തി വെച്ചിട്ട് അങ്ങനത്തെ സംഭവം ഉണ്ടല്ലോ, അപ്പോൾ അത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോരുത്തർ ഓരോന്നായിട്ട് നമ്മൾ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്യാണ് കഴിക്കാനായിട്ട്. അങ്ങനെ ഞാൻ മേടിച്ച മാഗിയിലേക്ക് കുറേ സോസ് എടുത്ത് ഒഴിച്ചു കേട്ടോ. കുഴപ്പമുണ്ടായിരുന്നില്ല, എന്നാലും ഫുള്ള് സോസ്. അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. എല്ലാവരും കഴിച്ചു. അത്യാവശ്യം വിശപ്പൊക്കെ എല്ലാവർക്കും അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാണ്. ആ ഒരു ടൈമിൽ നെൽസൺ ചേട്ടനും പിന്നെ അഖിലും കൂടി വേറെ എന്തൊക്കെയോ ഓർഡർ ചെയ്തായിരുന്നു. എനിക്ക് തോന്നുന്നു ഓംലെറ്റാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ, ഓംലെറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കി എല്ലാവരും പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാനും വർഷയും കൂടി ചുമ്മാ അപ്പുറത്തേക്കൊന്ന് നടന്നു കേട്ടോ. അവിടെ താഴെ ഒരു വ്യൂ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവരും കൂടി കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ വണ്ടി കയറിയിരിക്കും. പിന്നെ നമ്മൾ അടുത്ത ഒരു സ്പോട്ടിലായിരിക്കും നിർത്തണേ. അപ്പോൾ കുറച്ച് നേരം നടക്കാമെന്ന് വിചാരിച്ചു. താഴേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കിയപ്പോൾ അവിടെയൊക്കെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വട്ടവടയിലേക്ക്. അപ്പോൾ ആ പോണ വഴിയിലുള്ള ഒരു വ്യൂ നോക്കിക്കോട്ടോ, നല്ല രസമുണ്ടായിരുന്നു. രണ്ട് സൈഡിലും ഇങ്ങനെ മരമൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കാണാനായിട്ട്. പക്ഷേ ഇവിടെ നമുക്കിങ്ങനെ വണ്ടിയൊന്നും നിർത്താൻ പാടില്ല. അപ്പോൾ ജസ്റ്റ് വണ്ടിയിലിരുന്ന് കാണാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു റോഡായിരുന്നേ, നല്ല രണ്ട് സൈഡും മരങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങൾ ഏകദേശം വട്ടവടയിലേക്ക് എത്തി കേട്ടോ. താഴെയൊക്കെ കുറേ വീടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും നമ്മൾ ആ മൂന്നാറിൽ നിന്ന് ഈ വട്ടവടയിലേക്കുള്ള റൂട്ട് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി റൂട്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ ക്യാമ്പ് നോയിൽ എന്ന് പറഞ്ഞ റിസോർട്ടിലേക്ക് എത്തി. നമ്മളിവിടെ വട്ടവടയിൽ ക്യാമ്പ് നോയിൽ എന്ന് പറഞ്ഞ റിസോർട്ടിലാണ് താമസിക്കുന്നത്. അങ്ങോട്ട് നമ്മൾ ജീപ്പിനാണ് എൻ്റർ ചെയ്തു, കാരണം വഴി കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു ചെറുതായിട്ട്. അങ്ങനെ ഞങ്ങളിവിടെ എത്തി. ഞങ്ങളുടെ ബാഗൊക്കെ ഇവിടെ വെച്ചു. ഇനി ഞങ്ങൾക്ക് അലോ ചെയ്തേക്കുന്ന കോട്ടേജിലേക്ക് മാറണം. അത് കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം വരാനായിട്ട്. അങ്ങനെ ചേട്ടൻ ഫ്രഷ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും ഒന്ന് ഡ്രസ്സൊക്കെ മാറി നിന്നു. ഇനി അടുത്ത ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ പൂളിലേക്ക് ഇറങ്ങാം. അതാണ് മെയിൻ ലക്ഷ്യം. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു 5 മണി ആ ഒരു ടൈമായിട്ടോ. കാരണം നമ്മൾ ഓരോ സ്ഥലത്തും ഇങ്ങനെ നിർത്തി വന്നുകൊണ്ട് കുറച്ച് ലേറ്റായി. അപ്പോൾ ഞങ്ങളൊന്ന് പൂളിലേക്ക് ഇറങ്ങാം കേട്ടോ. അപ്പോൾ വർഷയും തങ്കവും കൂടി ഫസ്റ്റ് പോകുന്നുണ്ട്. ഇവിടെയെന്ന് പറഞ്ഞാൽ കിഡ്സിന് നല്ല ഒരു പ്ലേയിങ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാം ഉണ്ട്, പിള്ളേർക്ക് ഓടിക്കളിക്കാനൊക്കെ ആയിട്ട് നല്ല സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ കോട്ടേജസ് ആണ് കേട്ടോ. കോട്ടേജസ് എന്ന് പറയുമ്പോൾ 2 ബെഡ്റൂം. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് 2 കോട്ടേജാണ്. അപ്പോൾ 4 ഫാമിലിക്ക് താമസിക്കാമല്ലോ. പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. നല്ല ഇങ്ങനെ വൈകുന്നേരം സമയമായതുകൊണ്ട് കോടയൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ അതിനെ കൊണ്ട് ഞങ്ങൾക്ക് മഴയുടെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല സുഖമായിരുന്നു യാത്രയൊക്കെ, ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഒന്ന് നടക്കാൻ ഇറങ്ങി. അപ്പോൾ എല്ലാവരും ഒന്ന് ഫ്രഷ് ആവാൻ കയറിയേക്കാണ്. അവരും കൂടി വന്നിട്ട് വേണം പൂളിൽ ഇറങ്ങാൻ. അങ്ങനെ ഞങ്ങളിത് ഇവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇത്തിരി നേരമായിട്ടോ. അപ്പോഴത്തേക്കും ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്. ചേട്ടൻ ഒരു സ്പീക്കറും പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. ആ സ്പീക്കർ ഇല്ലാണ്ട് പറ്റൂല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതിലിങ്ങനെ പാട്ട് വെച്ച് കേൾക്കാൻ നല്ല രസമാണ്. ശരി, അത് അഖിലിൻ്റെ കൂടപ്പിറപ്പ് പോലെ കൊണ്ടുനടക്കുന്ന ഒരു സാധനമാണ് കേട്ടോ അത്. അപ്പോൾ പുറകെ അഖിൽ വരുന്നുണ്ട്. പിന്നെ കിരൺ ചേട്ടനും വരുന്നുണ്ട് കേട്ടോ.
ഇനിയിപ്പോൾ എല്ലാവരുടെയും ലക്ഷ്യം പാട്ടും വെച്ച് പൂളിലിറങ്ങാനായിരിക്കും. സൗണ്ട് ഉണ്ടല്ലോ പുറത്ത്. ഇവിടുന്നില്ലേ പരിഷ്കാരി ഇന്നലത്തെ അത്ര ഇല്ല. അങ്ങനെ ദേ ഇവരൊക്കെ ഇറങ്ങിട്ടോ. ഇവരെന്തോ അവിടെ ഇരുന്ന് ചർച്ച ചെയ്യാമെന്നാണോ പൂളിലിറങ്ങി എന്താണോ എന്തോ. അപ്പോൾ ദേ ഞങ്ങൾ വീണ്ടും വെയിറ്റ് ചെയ്യാണ് ജിജോയ്ക്ക് വേണ്ടി. അവൾ കൊച്ചിനെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വേണം വരാനായിട്ട്. അപ്പോൾ ഞങ്ങൾ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ബാക്കി എല്ലാവരും പൂളിലിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ദേ ഞങ്ങൾ ഇറങ്ങിയില്ല കേട്ടോ. തങ്കു ദേ വെള്ളത്തിലിറങ്ങി. അവൾക്ക് ആകെ തണുത്തിട്ട് വയ്യ. അതുകൊണ്ട് ദേ വർഷം അവളെ എടുത്തുകൊണ്ട് പോയി. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സന്ധ്യയായി തുടങ്ങി, നല്ല തണുപ്പായി. പിന്നെ ഞങ്ങൾക്ക് മടിയായിട്ടോ ഇറങ്ങാനായിട്ട്. അതുകൊണ്ട് ഞങ്ങൾ 3 പേരും ഇറങ്ങിയില്ല. പിന്നെ നാളെ രാവിലെ എങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ഇനിയിപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തണുത്ത് വിറയ്ക്കും. അതുകൊണ്ട് നമുക്ക് അത്രയും തണുപ്പൊന്നും പറ്റില്ല. അതുകൊണ്ട് ദേ ഞങ്ങൾ ഇറങ്ങിയില്ല. ബാക്കി എല്ലാവരും ഇപ്പോഴും വെള്ളത്തിൽ കിടപ്പുണ്ട്. അവർ അവിടെ കിടന്ന് അർമാദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേ വർഷ തങ്കുവിനെയും കൊണ്ട് പോയി. ഞാനും ദേ റെഡി ആവാനായിട്ടൊന്ന് റൂമിലേക്ക് പോവാണ്. ഞങ്ങളുടെ കോട്ടേജ് മേളിലും അവരുടെ കുറച്ച് താഴെയായിട്ടാണ് കേട്ടോ. അങ്ങനെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാനും ദേ ഒന്ന് റൂമിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ദേ ഇതാണ് നമ്മുടെ കോട്ടേജ്. അപ്പോൾ ദേ നല്ല ഭംഗിയില്ല ഈ ചെടിയൊക്കെ വെച്ചേക്കണതാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ദേ ഇതാണ് ഞങ്ങളുടെ കോട്ടേജ്. ഇത് പുറത്തേക്കുള്ളൊരു വ്യൂ ആണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. കോട്ടേജിൻ്റെ ബാക്ക് സൈഡിലുള്ളതാണ് കേട്ടോ. കുറേ മരങ്ങളും പിന്നെ സൈഡിലായിട്ട് കുറേ ചെടികളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായി. മൊത്തത്തിൽ നല്ല അടിപൊളി ഒരു വൈബായിരുന്നു കേട്ടോ. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. കാരണം ഫുൾ ചെടികളും പിന്നെ മലകളും പിന്നെ എന്തായിരുന്നു നല്ല കോടയും എല്ലാം കൂടി നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. എല്ലാവരും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്. ഇവിടെയാണ് ഞങ്ങൾ താമസിച്ചത്. ഞങ്ങളുടെ കോട്ടേജാണ് കേട്ടോ ഇത്. അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ ഈ കാണിച്ചിരുന്നത്. അപ്പോൾ ഇതെങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നല്ല രസമില്ലേ കാണാനായിട്ട്? അപ്പോൾ ഇത് അടുത്ത കോട്ടേജിലേക്ക് പോകാനുള്ളൊരു വഴിയാണ് കേട്ടോ. പിന്നെ മേളിലാണ് ഇതിൻ്റെ ഓഫീസ്, പിന്നെ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ. പിന്നെ മേളിൽ ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് അങ്ങനെയാണ്. ഒരു സൈക്കിളായിട്ടാണ് പൂളൊക്കെ വന്നത്. കുറേ കോട്ടേജ് ഉണ്ട് കേട്ടോ. എത്രയാണെന്ന് എനിക്കറിയില്ല. കാരണം നമ്മളിങ്ങനെ നടക്കാൻ ഇറങ്ങുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ കോട്ടേജസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഇതാണൊരു ഈവനിങ് ഒരു അറ്റ്മോസ്ഫിയറാണ് ഇപ്പോൾ കാണിച്ചേക്കുന്നത്. സന്ധ്യ മയങ്ങണു. അപ്പോൾ ആ ഒരു വൈകുന്നേരത്തെ ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. നല്ല രസമുണ്ടായിരുന്നു. ഈ ഇലകളൊക്കെ നല്ല ലൈറ്റ് ഗ്രീനൊക്കെ, ഈ സൂര്യരശ്മി വന്നിട്ട് ലൈറ്റ് ഗ്രീനൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഇതിൻ്റെ ചുറ്റുമുള്ളതും നല്ല അടിപൊളിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞത് നമ്മുടെ ക്യാമ്പ് ഫയർ തുടങ്ങി കേട്ടോ. പിന്നെ ഞങ്ങളങ്ങ് ശരിക്കും അടിച്ച് പൊളിച്ചു. പൂളിലിറങ്ങി അറമടിക്കാൻ പറ്റാത്തതിൻ്റെ എല്ലാ വിഷമങ്ങളും ഈ ക്യാമ്പ് ഫയറിലൂടെ ഞങ്ങൾ തീർത്തു കേട്ടോ. അത്രയും അടിപൊളിയായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. വല്ലടി കൂടെ വയത്തടി കൂടെ ഇത് ആലപ്പട്ടി
അടുത്ത ഗുഡ് മോർണിംഗ് ആയിട്ടോ. ഇന്ന് ഞങ്ങൾ ട്രിപ്പിൻ്റെ 3ാമത്തെ ദിവസമായിട്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക്. അങ്ങനെ ഞങ്ങൾ 3 ദിവസം ഞങ്ങൾ എല്ലാവരും അടിച്ച് പൊളിച്ചു കേട്ടോ. അത്രയും അടിപൊളിയായിരുന്നു. നല്ല അടിപൊളി, നല്ല എല്ലായിടത്തും. ഇപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് അതിനു മുമ്പ് താമസിച്ച പള്ളിവാസലായിക്കോട്ടെ ഇവിടെ ആയിക്കോട്ടെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങളൊന്ന് നടക്കാൻ ഇറങ്ങിയേക്കാം കേട്ടോ. ജസ്റ്റ് ഒരു മോർണിംഗ് വാക്ക് അത്രേ ഉള്ളൂ. നല്ല രസമുണ്ടായിരുന്നു ആ ഒരു ക്ലൈമറ്റിൽ നമുക്കിങ്ങനെ നടക്കാനായിട്ട്. ഒരു ഇളം വെയിലും ഉണ്ടായിരുന്നു, നല്ലൊരു തണുപ്പും ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ ഒരു പൂവ് കണ്ടോ, ഇതിൽ ഞങ്ങൾക്ക് ആകെ ഒരു കൺഫ്യൂഷനായിരുന്നു. ഇതെന്താണ്, നല്ല റോസാപ്പൂ പോലെ ഇരിപ്പുണ്ട്. ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. ഞാനും അതേ വർഷമായിരുന്നു. ഞങ്ങൾക്ക് ആകെ കൺഫ്യൂഷനായിരുന്നു. കാരണം ഇത് പൊട്ടിച്ച് വെച്ചേക്കണ ഒറിജിനലാണോ. പിന്നെ ഞങ്ങളത് ശരിക്കും മനസ്സിലാക്കി അത് ഒറിജിനൽ പൂവാണ്. നല്ല റോസാപ്പൂ പോലെ ഇരിപ്പുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അത് ഫുള്ള് ആ സൈഡിൽ ഇങ്ങനെ നട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ചുമ്മാ ഇങ്ങനെ നടക്കുകയാണ്. ബാക്കി ജിജു എഴുന്നേറ്റിട്ടുണ്ട്, പക്ഷേ കൊച്ച് എഴുന്നേറ്റിട്ടില്ല, അതുകൊണ്ട് അവൾക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ചുമ്മാ നടക്കുക. ചേട്ടന്മാരൊക്കെ ആണെങ്കിൽ നല്ല ഉറക്കമാണ്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഈ ഒരു റിസോർട്ട് ഫുള്ളായിട്ടൊന്ന് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പോൾ നിങ്ങളും കണ്ടോട്ടോ എങ്ങനെയുണ്ടെന്ന്. ഇത് കണ്ടോ, ഈ പ്രോപ്പർട്ടിയുടെ അപ്പുറത്തും ഇനി പണിതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ബിൽഡിങ്. അപ്പുറത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി കുറച്ചും കൂടി കഴിയുമ്പോൾ നമ്മളൊരു അടുത്ത പ്രാവശ്യമൊക്കെ വരുമ്പോഴേക്കും കുറച്ചും കൂടി വലിയൊരു പ്രോപ്പർട്ടി ആയിരിക്കും. കാരണം അത്രയും സ്പേസ് ഉണ്ട് കേട്ടോ. കുറേ കോട്ടേജ് ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ പണി നടക്കുകയാണ്. ഇപ്പോൾ മഴ പെയ്തിട്ട് അവിടെയൊക്കെ വെള്ളം കെട്ടി കിടപ്പുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് വ്യൂ? അടിപൊളിയല്ലേ, സൂപ്പറല്ലേ? അപ്പോൾ ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും നമുക്ക് അടിച്ച് പൊളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. കാരണം നമുക്കിങ്ങനെ നടക്കാനും എല്ലാം പറ്റും. നല്ല രസമാണ് കാണാനായിട്ടും. എല്ലാം നല്ല രസമുണ്ട് കാണാനായിട്ട്. കോട്ടേജൊക്കെ ശരിക്കും ഒരേപോലെ തന്നെയാണ്, പക്ഷേ കുറേ കോട്ടേജസൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കണ്ടോ, കോട്ടേജിൻ്റെ ഫ്രണ്ടിലൊക്കെ നല്ല ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ആക്ച്വലി ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാനും തോന്നണില്ല, പക്ഷേ പോയാലേ പറ്റും. അതിൻ്റെ അപ്പുറത്ത് കണ്ടോ ചെറിയൊരു ഫാം പോലെ, സ്ട്രോബെറി ഫാമാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്ന വഴിക്കൊക്കെ അത് കണ്ടായിരുന്നു, സ്ട്രോബെറിയുടെ ചെറിയ ഫാം. അപ്പോൾ പിന്നെ ഞങ്ങൾ പൂളിലൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇന്നലെ ഇറങ്ങാൻ പറ്റിയില്ലല്ലോ, അപ്പോൾ ഇന്നൊന്ന് പൂള് ഒന്ന് പൊളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും തങ്കും എല്ലാവർക്കും വേണ്ടി വെയിറ്റ് ചെയ്യാണ്. തങ്കുവിന് ഇന്ന് ഇറങ്ങാനുള്ള നിവൃത്തിയില്ല, കാരണം ഇന്നലെ തങ്കു അത്യാവശ്യം ഇറങ്ങി എൻജോയ് ചെയ്തതാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഫുള്ളായിട്ട് ഇറങ്ങാനും പറ്റണല്ലോ കേട്ടോ തണുത്തിട്ട്. അപ്പോൾ ഇറങ്ങണോ വേണ്ടിയോ എന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കുക. വർഷം അത് തന്നെ അവസ്ഥ. അവളിങ്ങനെ തണുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോഴേക്കും വെക്കേറ്റ് ചെയ്ത് പോകും. അപ്പോൾ എനിക്ക് ഇറങ്ങാനും തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെറുതായിട്ട് കാലൊക്കെ നനച്ചു കേട്ടോ. കാലൊക്കെ നനയ്ക്കുമ്പോൾ കുറച്ച് തണുപ്പ് നമുക്ക് സെറ്റാവുമല്ലോ. എന്നാലും ഞാൻ രണ്ടും കൽപ്പിച്ചത് ഇറങ്ങാൻ പോവാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇനി ഇറങ്ങാനൊന്നും പറ്റില്ലല്ലോ. ഇനി നമുക്ക് ഉടനെ തന്നെ പോവണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇറങ്ങി. ചേട്ടനും പിന്നെ അഖിലും ആദ്യമേ ഇറങ്ങി കേട്ടോ. അപ്പോൾ അവരിതേ എൻജോയ് ചെയ്യുകയാണ്. അതിൻ്റെ ഒപ്പം ഞാനും ഇറങ്ങി. ചുമ്മാ പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിച്ചോണ്ടിരിക്കുക. വെള്ളത്തിൽ സ്റ്റെപ്പൊക്കെ ഇട്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പൂളിൽ നിന്ന് കയറി എല്ലാവരും കുളിച്ച് റെഡിയായി നമ്മൾ ഇറങ്ങാൻ പോവാണ്. ഇറങ്ങണേക്കാകുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണ്ടേ. അപ്പോൾ ഫുഡും കൂടി കഴിച്ചിട്ട് വേണം നമുക്ക് പോവാനായിട്ട്. അപ്പോൾ ഈ ഡ്രസ്സ് കിട്ടൊരു വീഡിയോ എടുക്കാൻ കേട്ടോ. കാരണം ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തതാണ്. ഈ ഡ്രസ്സും കഴിഞ്ഞ ദിവസം ഇട്ട ഡ്രസ്സുകളെല്ലാം ഞാൻ തന്നെ ചെയ്തതാണ്. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ താഴെ നമ്മളൊരു കോക്കനട്ട് ട്രീ പോലെ ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കിരൺ ചേട്ടനും ചിച്ചുവും കുഞ്ഞിപ്പെണ്ണും കൂടി വരുന്നുണ്ട് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ ഫുഡ് കഴിക്കാൻ പോകുന്നത് ഇച്ചിരി കയറ്റത്തിലാണ് കേട്ടോ റെസ്റ്റോറൻറ്റ്. അപ്പോൾ നടന്ന് ശ്വാസം കിട്ടുന്നില്ല. ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റെപ്പ് കയറാൻ ഒരു ചെറിയൊരു കുന്ന് പോലെ കയറാൻ ഇങ്ങനെ തന്നെ. അപ്പോൾ കയറി ശ്വാസം കിട്ടുന്നില്ല. ഇതാണെങ്കിൽ മേളിലാണ് റെസ്റ്റോറൻറ്റ് കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. ഞങ്ങളാണെങ്കിൽ ഇത് ഫസ്റ്റ് ടൈമാണ്. ഞങ്ങൾ നൈറ്റൊക്കെ ഫുഡ് റൂമിലേക്ക് ഓർഡർ ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും ഇരുന്ന് കഴിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് റെസ്റ്റോറൻറ്റിൽ ഇത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഇതേ നമ്മൾ റെസ്റ്റോറൻറ്റിൽ എത്തിയപ്പോൾ കഴിക്കാനായിട്ട് ഇതേ ഇഡ്ഡലി ഉണ്ട്, ഇഡ്ഡലിയുടെ ഒപ്പം ചട്നി ഉണ്ട്, പുതിനില ചമ്മന്തി ഉണ്ട്, പിന്നെ അടുത്തത് ഇതേ സാമ്പാറുണ്ട്, അങ്ങനെ പിന്നെ അതേ പുട്ട്, മുട്ടക്കറി, പിന്നെന്തായിരുന്നു, പിന്നെ അതേ പൂരി ഉണ്ടായിരുന്നു, പൂരിക്കായിട്ട് കടല ഉണ്ടായിരുന്നു, പിന്നെ അതേ ഓംലെറ്റ്, പിന്നെ ബ്രെഡ് ഉണ്ടായിരുന്നു. ബ്രെഡിന് മറ്റേ ബട്ടറും ജാമും എടുത്ത് വെച്ചിട്ടുണ്ടായി. പിന്നെ ഫ്രൂട്ട്സായിട്ട് വാട്ടർമെലണും പപ്പായയും, പിന്നെ ദേ ചായയുണ്ട്, കോഫിയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അതിനിടയ്ക്ക് ദേ കുഞ്ഞിപ്പെണ്ണ് ദേ നല്ല രസമല്ലേ, കുഞ്ഞിപ്പെണ്ണ് ദേ കസേരമൊക്കെ ബേബി സീറ്റിലൊക്കെ കയറി ഇരുന്ന് നല്ല രസമായിട്ട് ഇരിപ്പുണ്ട് പെണ്ണ്. അങ്ങനെ ഞങ്ങളങ്ങനെ ഫുഡ് കഴിച്ച് വന്നപ്പോഴേ താഴെ ദേ ഈ സാധനം കിടക്കണം കേട്ടോ. അപ്പോൾ നോക്കിയപ്പോഴാണ്, ആദ്യം മനസ്സിലായില്ല, നോക്കിയപ്പോഴാണ് ഇത് അവക്കാഡോ ആണല്ലോ മനസ്സിലായത്. ഞാൻ ആദ്യമായിട്ടോ കാണണേ അവക്കാഡോ മരമൊക്കെ. നമ്മൾ ഈ ഫ്രൂട്ട് ഷോപ്പിലൊക്കെ പോകുമ്പോൾ അവിടെ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് ഇതിൻ്റെ മരമൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഞാനിത് കാണുന്നത്. അപ്പോൾ ദേ കുറേ അവക്കാഡോ കിടപ്പുണ്ട്, പക്ഷേ ഇതൊന്നും മൂത്തിട്ടില്ല കേട്ടോ, പഴുത്തിട്ടില്ല എന്നാണ് അവിടെ നിൽക്കണ ഒരു ചേട്ടൻ പറഞ്ഞത്. അങ്ങനെ ഞങ്ങളിതേ ഫുഡൊക്കെ കഴിച്ച് വരാണ് കേട്ടോ. അപ്പോൾ ദേ ഇത് നമ്മുടെ റൂമിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ, നമ്മുടെ വിൻഡോ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഇത്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതും കൂടി ഒന്ന് എടുത്തുന്നുള്ളൂ. നല്ല വ്യൂ ആയിരുന്നു, ഓക്കെയാണ്, നല്ല കോടയൊക്കെ ഉണ്ട്, നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ദേ എല്ലാം കഴിഞ്ഞ് നമ്മളത് ഇവിടെ നിന്ന് പോവാണ് കേട്ടോ. ഇനി നേരെ നമ്മൾ വീട്ടിലേക്ക് പോകണ വഴിക്ക് എവിടെയെങ്കിലും ഇറങ്ങാൻ പറ്റുവാണെങ്കിൽ ഇറങ്ങാം, അങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഞങ്ങളിതേ പോവാണ്, ബായ്. അത് കഴിഞ്ഞ് ദേ വന്ന വഴിക്ക് നമ്മളൊരു സ്ട്രോബെറി ഫാമിൽ കയറിയേക്കാം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്, ജസ്റ്റ് ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചു സ്ട്രോബെറി ഫാം. അപ്പോൾ അതേ ഞങ്ങളെല്ലാവരും കൂടി വണ്ടി മേളിൽ പാർക്ക് ചെയ്തിട്ട് ഞങ്ങളെല്ലാവരും കൂടി അകത്തേക്ക് നടക്കുവാണ് കേട്ടോ. അപ്പോൾ അതേ ഇങ്ങനെയാണ് കേട്ടോ, ഇതാണ് സ്ട്രോബെറി ഫാം. ഇത് ചെറിയൊരു ഫാമാണ് കേട്ടോ, ചെറുതായിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിത് ഇവിടെ നിന്ന് കുറച്ച് സ്ട്രോബെറിയൊക്കെ മേടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ മഴയായതുകൊണ്ട് വെള്ളം കയറിയിട്ട് അത്ര സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ തന്നെ അത് പറഞ്ഞു, അത് മഴ ആയതുകൊണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അതേ അതിൻ്റെ അടുത്ത് തന്നെ ഇവിടെ ഒരു ഇത് ഹണിയൊക്കെ കൊടുക്കുന്ന ചെറിയൊരു ഇതാണ്. അപ്പോൾ അതേ ഞങ്ങളിവിടെ ഈ ഫ്ലവറൊക്കെ കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി, തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്കും കൂടി ഒന്ന് കയറി. അപ്പോൾ അതേ ഇവിടെ ഉണ്ട് കേട്ടോ സ്ട്രോബെറി ഫാമായിട്ട്. അപ്പോൾ അത് അങ്ങോട്ട് അതിൻ്റെ അടുത്തേക്കൊന്നും നമ്മൾ പോയില്ല, ജസ്റ്റ് ഇവിടെ നിന്ന് അതേ കണ്ടു, എന്നിട്ട് തിരിച്ചു പോകുന്നു കേട്ടോ. ഈ ചെടികളൊക്കെ നിൽക്കണ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നേ, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൽ അത് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തായിരുന്നു. നല്ല രസമുണ്ടായി, അപ്പുറം ഇപ്പുറം ഈ റെഡിഷ് കളറ്. അത് കഴിഞ്ഞത് ഇപ്പുറത്തൂടെ പോയപ്പോഴാണ് കേട്ടോ വീണ്ടും ദേ സ്ട്രോബെറി ചെടികൾ, പക്ഷേ അതിൽ സ്ട്രോബെറീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ദേ കണ്ടോ നല്ല രസമുണ്ടായിരുന്നു ഈ ചെടികളിൽ സ്ട്രോബെറീസ് ഇരിക്കുന്ന കാണാൻ. അപ്പോൾ ദേ കണ്ടോ അതും കണ്ടു നമ്മൾ. കുറേ ചെടികളുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിട്ടോ കാണാനായിട്ട്. ചിലതൊക്കെ നല്ല റെഡിഷ് കളർ, പക്ഷെ നമുക്കങ്ങനെ പറിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ദേ കണ്ടോ നല്ല റെഡിഷ് ആയിട്ടുള്ള സ്ട്രോബെറീസ് ഉണ്ട്, മൂത്ത് കിടപ്പുണ്ട്. അതൊക്കെ കഴിഞ്ഞത് ഞങ്ങൾ വീണ്ടും വണ്ടി കയറി ഞങ്ങളത് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഇറങ്ങാൻ പറ്റിയ സ്പോട്ട് അങ്ങനെ മാത്രമേ ഇറങ്ങത്തുള്ളൂ. ഇതിപ്പോൾ അടുത്തൊരു വ്യൂ പോയിൻ്റ് ആട്ടോ. അത് സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ, പക്ഷെ നല്ലൊരു വ്യൂ പോയിൻ്റ് ആയിരുന്നു, നല്ല രസമുണ്ടായിട്ടോ. നമ്മുടെ മേഘമൊക്കെ താഴെ ഇറങ്ങി നിൽക്കണ പോലെ തോന്നും. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. നല്ല അടിപൊളി ഒരു വ്യൂ ആയിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ വണ്ടി നിർത്തി കുറച്ച് അകത്തേക്ക് നടക്കാനുണ്ട്. അകത്തേക്ക് നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി നിർത്തി കുറച്ച് 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 അകത്തേക്ക് നടക്കാനുണ്ട്.
വീഡിയോ
ഇതിൽ നിന്ന് പറഞ്ഞാൽ അതേ ഞാനും ചേട്ടനും പിന്നെ വർഷയും അഖിലും രഞ്ജിത്തേട്ടനും മാത്രം കേട്ടോ ഇങ്ങോട്ട് ഇറങ്ങി വന്നോളൂ. അപ്പോൾ അതേ ചെറിയൊരു മഴയുള്ളതുകൊണ്ട് ജിജോയും കിരൺ ചേട്ടനും കുഞ്ഞിപ്പെണ്ണും വന്നില്ല. പിന്നെ തങ്കവും നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നു. അപ്പോൾ ഞങ്ങൾ മാത്രമാണ് വന്നത്. നല്ല രസമായിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ മൂന്നാറിലെ ലാസ്റ്റ് ഡേ ആണ്. നമ്മളിനി നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങൾ ഫസ്റ്റ് ഡേ തന്നെ നമുക്കൊരു പേടി ഉണ്ടായിരുന്നു. കാരണം അത്രയും ദിവസം നല്ല മഴയായിരുന്നല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും, മഴയായിരിക്കും എന്നൊക്കെയുള്ളൊരു പേടി നമുക്കുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഓൾറെഡി എല്ലാം ബുക്ക് ചെയ്തായിരുന്നു. 2 സ്ഥലത്തെയും റിസോർട്ടൊക്കെ നമ്മൾ ബുക്ക് ചെയ്തു. അപ്പോൾ പിന്നെ വിചാരിച്ച് പയ്യെ വരാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പുറപ്പെട്ടതാണ്. പക്ഷേ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ല സുഖ യാത്രയായിരുന്നു. ഒരു പ്രശ്നം ആർക്കും ഉണ്ടായിരുന്നില്ല. അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടോ. അപ്പോൾ ഇതേപോലെയൊക്കെ ഒരു ഫ്രണ്ട്സ് വൈബിലൊക്കെ വരാണെങ്കിൽ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേ നമ്മുടെ മൂന്നാറിലെ ലാസ്റ്റ് ഒരു ഡേ ആണ്. നമ്മളിനി നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ ഏകദേശം ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കൊക്കെ നമ്മൾ എത്തുമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. നമ്മുടെ മൂന്നാർ ട്രിപ്പിൻ്റെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.